നിങ്ങൾ കേൾക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പറയിപെറ്റ പന്തിരുകുലം എന്ന കഥ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2021. ചരിത്രപ്രസിദ്ധനായ ഗോവിന്ദസ്വാമികളുടെ പുത്രനും മലയാളത്തിൽ നടപ്പുള്ള വാക്യം, പരൽപ്പേര് മുതലായ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാവെന്ന് പറയപ്പെടുന്ന ആളുമായ വരരുചി എന്ന ബ്രാഹ്മണോത്തമനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല. ഇദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിന്റെ സേവകനായിട്ട് താമസിച്ചിരുന്നു. വരരുചി സകല ശാസ്ത്ര പാരംഗതനും നല്ല പൗരാണികനുമായിരുന്നതിനാൽ രാജാവിന് ശാസ്ത്രസംബന്ധമായോ പുരാണസംബന്ധമായോ വല്ല സംശയവും നേരിട്ടാൽ ഇദ്ദേഹത്തോട് ചോദിച്ചാണ് അത് തീർത്തിരുന്നത്. അങ്ങനെയിരിക്കെ കാലത്ത് ഒരു ദിവസം രാജാവ് രാമായണത്തിൽ പ്രധാനമായ വാക്യമേതാണ് എന്ന് ഈ ബ്രാഹ്മണനോട് ചോദിച്ചു. ഈ ചോദ്യത്തിന് തക്കതായ ഉത്തരം പറയാൻ തോന്നായികയാൽ വരരുചി വിഷണ്ണനായി തീർന്നു. ഉടനെ രാജാവ്, എന്നാൽ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് 41 ദിവസം കഴിയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പറയണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ താൻ ഇവിടെ വരണമെന്നില്ല, എനിക്ക് തന്നെ കാണുകയും വേണ്ട എന്ന് പറഞ്ഞു. രാജാവിന്റെ കൽപ്പന കേട്ടപ്പോൾ വരരുചിയുടെ ഹൃദയം വിഷാദവും വിചാരവും കൊണ്ട് നിറഞ്ഞു. ഉടനെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു. തദനന്തരം വരരുചി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പല യോഗ്യന്മാരെയും കണ്ടു ചോദിച്ചു. എങ്കിലും രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും വാക്യങ്ങളും പ്രധാനം തന്നെ, അല്ലാതെ അതിനുണ്ടോ വ്യത്യാസം? നഹി ഗുളഗുളികായാം ക്വാപി മാധുര്യഭേദ എന്നും മറ്റും പലരും പലവിധം പറഞ്ഞതല്ലാതെ ശരിയായ മറുപടി ആരിൽ നിന്നും കിട്ടിയില്ല. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. ബ്രാഹ്മണന് വ്യസനം സഹിക്കവഹിയാതെയുമായിത്തീർന്നു. രാജാവിന്റെ അടുക്കലുള്ള സേവ പോകുമെന്നത് തന്നെയല്ല, സർവജ്ഞനെന്ന് സർവരാലും സമ്മതിക്കപ്പെട്ടിരിക്കുന്ന തനിക്ക് ഇതറിഞ്ഞുകൂടെന്ന് വരുന്നത് ഏറ്റവും അവമാനകരവുമാണല്ലോ. ഈ അവമാനം സഹിച്ചുകൊണ്ട് സ്വദേശത്ത് താമസിക്കുന്നതിൽ ഭേദം മരിക്ക തന്നെയാണ് എന്നിങ്ങനെയൊക്കെ വിചാരിച്ചും കൊണ്ട് ഭക്ഷണവും കൂടാതെ ആ സാധുബ്രാഹ്മണൻ പകൽ മുഴുവൻ അലഞ്ഞു നടന്നു. രാത്രിയായപ്പോൾ ഒരു വനാന്തരത്തിൽ ഒരാൾത്തറയുടെ അടുക്കൽ ചെന്നു ചേർന്നു. വിശപ്പും ദാഹവും ക്ഷീണവും വ്യസനവും സഹിക്കവഹിയാതെ ആ ആൾത്തറയിൽ കയറിക്കിടന്നു. ഉടനെ ക്ഷീണം കൊണ്ട് മയക്കവുമായി. അദ്ദേഹം കിടന്ന സമയം വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് കിടന്നത്. നേരം ഏകദേശം പാതിരയായപ്പോഴേക്ക് ആകാശസഞ്ചാരികളായ ചില ദേവതമാർ ആ ആലിന്മേൽ വന്നുകൂടി. ആ ആലിന്മേൽ സ്ഥിരവാസിനികളായ ദേവതമാരെ വിളിച്ച്, നിങ്ങൾ വരുന്നില്ലേ? ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രസവമുണ്ട്, ഞങ്ങൾ അവിടെ പോവുകയാണ്, ചോരയും നീരും കുടിക്കണമെങ്കിൽ വരുവിൻ എന്നു പറഞ്ഞു. അപ്പോൾ ആ ആലിന്മേലിരുന്ന ദേവതമാർ, ഞങ്ങൾക്ക് വരാൻ നിവൃത്തിയില്ല. Sample complete. Ready to continue?